പശ്ചിമേഷ്യയിൽ സംഘർഷത്തിന് അറുതിയായിട്ടില്ല. ഇതിനിടെ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നത് ലക്ഷ്യം വെച്ചുള്ള നിർണായക ചർച്ചകൾ ഇന്ന് ആരംഭിക്കും. ഫ്രാൻസും ബ്രിട്ടനും സംയുക്തമായ ആതിഥേയത്വം വഹിക്കുന്ന ഉച്ചകോടിയിൽ ലോകത്തെ 40-ലധികം രാജ്യങ്ങൾ പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. പാരീസിൽ വെച്ച് വീഡിയോ കോൺഫറൻസ് വഴി നടക്കുന്ന ഉച്ചകോടിക്ക് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമറും നേതൃത്വം നൽകും. ലോകത്തെ ഊർജ്ജ വിതരണത്തിന്റെ ജീവനാഡിയായ ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ബഹുരാഷ്ട്ര പ്രതിരോധ ദൌത്യം രൂപവൽക്കരിക്കുകയാണ് ഉച്ചകോടിയുടെ പ്രധാന ലക്ഷ്യം. ഫെബ്രുവരി 28 മുതൽ ഇറാനെതിരെ US-ഇസ്രയേൽ സഖ്യം നടത്തുന്ന ആക്രമണങ്ങളെ തുടർന്ന് മേഖലയിൽ കപ്പൽ ഗതാഗതം സ്തംഭിച്ചിരിക്കുകയുമാണ്. ഇത് ആഗോളതലത്തിൽ ഇന്ധനവില വർധനവിനും സാമ്പത്തിക പ്രതിസന്ധിക്കും കാരണമായിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് സമാധാനപരമായ അന്തരീക്ഷം വീണ്ടെടുക്കാൻ സൈനികേതര രാജ്യങ്ങളെ കൂടി ഉൾപ്പെടുത്തി പുതിയ ദൌത്യത്തിന് ഫ്രാൻസും ബ്രിട്ടനും രൂപം നൽകുന്നത്. ഹോർമുസ് ചർച്ചകൾക്ക് പുറമെ മേഖലയിലെ സംഘർഷം ലഘൂകരിക്കാൻ മറ്റ് പ്രധാന നയതന്ത്ര നീക്കങ്ങളും ഇന്ന് നടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. സൗദി അറേബ്യ, പാകിസ്ഥാൻ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ തുർക്കി വിദേശകാര്യമന്ത്രിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇറാൻ US സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള വഴികളാണ് ഈ യോഗം പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് തുർക്കിയിലെത്തും. മധ്യേഷ്യയിലെയും കരിങ്കടൽ മേഖലയിലെയും സുരക്ഷാ സാഹചര്യങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്യും. ഇറാൻ പ്രസിഡന്റ് പെഷഷ്കിയാൻ, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നിവരുമായി ഇമാനുവൽ മാക്രോൺ സംസാരിച്ചു. ഹോർമുസ് കടലിടുക്ക് ഉപാധികളില്ലാതെ തുറന്നു നൽകണമെന്നും ലെബനൻ ഉൾപ്പെടെയുള്ള മേഖലയിൽ വെടിനിർത്തൽ പാലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ആഗോള ഊർജ്ജ വിപണിയുടെയും വ്യാപാരത്തിന്റെയും സുഗമമായ ഒഴുക്കിന് ഹോർമുസ് കടലിടുക്ക് ഉപാധികളില്ലാതെ തുറന്നു കൊടുക്കേണ്ടത് ലോകത്തിന്റെ ഉത്തരവാദിത്തമാണെന്നാണ് കീർ സ്റ്റാമർ ഉച്ചകോടിയിൽ വ്യക്തമാക്കിയത്. കടൽത്തട്ടിലെ മൈനുകൾ നീക്കം ചെയ്യുന്നതിനും വാണിജ്യ കപ്പലുകൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള സഹായങ്ങൾ ബ്രിട്ടൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കപ്പൽ ഗതാഗതം സുരക്ഷിതമാക്കുന്നതിനായി മൈൻ ക്ലിയറൻസ് കപ്പലുകളെയും നിരീക്ഷണ സംവിധാനങ്ങളെയും വിട്ടുനൽകാൻ തയ്യാറാണെന്ന് ജർമ്മനിയും അറിയിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര സമുദ്ര സംഘടനകളുടെ മേൽനോട്ടത്തിൽ കപ്പലുകളുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നടപടികളും ഉച്ചകോടിയെ പ്രധാന ചർച്ചാ വിഷയമാകും. പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിൽ ആഗോള സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനുള്ള ഏറ്റവും വലിയ നയതന്ത്ര നീക്കമായാണ് ഈ ഉച്ചകോടി വിലയിരുത്തപ്പെടുന്നത്. അതേസമയം US-ന്റെ പ്രതിരോധം മറികടന്ന് ഇറാൻ കപ്പലുകൾ വീണ്ടും ഹോർമുസ് കടന്നതായാണ് റിപ്പോർട്ടുകൾ. അൽ ജസീറ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വിവിധ ഷിപ്പിംഗ് കമ്പനികളുമായി ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കണ്ടെത്തൽ നടത്തിയത്. 27 ക്രൂഡ് ഓയിൽ ചരക്ക് കപ്പലുകളാണ് ഉപരോധം മറികടന്ന് ഹോർമുസ് പിന്നിട്ടത്. തിങ്കളാഴ്ചയാണ് US ഹോർമുസ് ഉപരോധിക്കാൻ തുടങ്ങിയത്. ഇതിനുശേഷം ഹോർമുസ് കടലിടുക്കിൽ കടന്നുപോയത് 14 ഓയിൽ, ഗ്യാസ്, കെമിക്കൽ ടാങ്കറുകളാണ്. 13 കാർഗോ കണ്ടെയ്നർ ഷിപ്പുകളും 4 ബൾക്ക് കാർഗോ ഷിപ്പുകളും US-ന്റെ ട്രാക്കറിൽപ്പെടാതെ ഹോർമുസ് കടന്നിട്ടുണ്ട്. ഇതിൽ 14 കപ്പലുകൾ US-ന്റെ ഉപരോധം നിലവിൽ നേരിടുന്നവയാണ്. ഇതിൽ 7 കപ്പലുകൾ നേരിട്ട് ഇറാനിയൻ തുറമുഖങ്ങളിൽ നിന്ന് പുറപ്പെട്ട ശേഷം ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോയി. ബാക്കിയുള്ളവയിൽ 7 കപ്പലുകൾ ചൈന ആസ്ഥാനമായുള്ള കമ്പനികളുടേതായിരുന്നു. 6 കപ്പലുകൾ ഇറാൻ കമ്പനികളുടേതും 4 കപ്പലുകൾ UAE കമ്പനികളുടേതുമാണ്. ഈ ഡേറ്റ US സെൻട്രൽ കമാൻഡിന്റെ അവകാശവാദങ്ങളുമായി വൈരുദ്ധ്യമുള്ളതാണെന്നാണ് റിപ്പോർട്ടുകൾ. US സെൻട്രൽ കമാൻഡ് ബുധനാഴ്ച പറഞ്ഞത് ബ്ലോക്കേഡിന്റെ ആദ്യ 48 മണിക്കൂറിനുള്ളിൽ ഒരു കപ്പലും US ഫോഴ്സുകളെ മറികടന്നില്ല എന്നാണ്. 72 മണിക്കൂറിനുള്ളിൽ 14 കപ്പലുകളെ തിരിച്ചുവിട്ടതായും അവർ അവകാശപ്പെട്ടു. എന്നാൽ യഥാർത്ഥ ഷിപ്പിംഗ് ഡേറ്റ ഇത് തെറ്റാണെന്ന് തെളിയിക്കുന്നു. US നയം പ്രകാരം ഇറാനിയൻ തുറമുഖങ്ങളിലേക്കോ പുറത്തേക്കോ പോകുന്ന കപ്പലുകൾ മാത്രമാണ് തടയേണ്ടത്. മറ്റ് രാജ്യങ്ങളിലേക്കുള്ള ട്രാൻസിറ്റ് കപ്പലുകൾക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നാണ് അവർ വ്യക്തമാക്കിയത്. എന്നാൽ ഈ ഇറാനിയൻ തുറമുഖം എന്ന നിർവചനം തന്നെ വ്യക്തമല്ലാത്തതും പ്രായോഗികമായി നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതുമാണ്. ട്രാൻസിറ്റ് സാധ്യത ഉപയോഗിച്ചും ഇറാൻ അതിനെ മറികടന്നു. ഇതോടെയാണ് ഇന്നിപ്പോൾ ലെബനനിലെ വെടിനിർത്തൽ ഉൾപ്പെടെ ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.